കൊല്ലം ജില്ലയിൽ ഇരവിപുരം മണ്ഡലത്തിന്റെ സമഗ്ര വികസനം എന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷ കക്ഷികൾക്കുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമൂഹിക മേഖലകളിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ മണ്ഡലത്തിലെ എംഎൽഎമാർക്ക് കഴിഞ്ഞില്ല എന്നാണ് ബിജെപിയുടെ പക്ഷം. ഇരവിപുരം മണ്ഡലത്തിലെ വികസന പാളിച്ചകൾ ചൂണ്ടിക്കാട്ടുകയാണ് ബിജെപി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിനി. 10 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഇരവിപുരത്തെ സംബന്ധിച്ചോളം ഒരു രീതിയിലുള്ള ഒരു വികസനവും ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ കടൽ തീരപ്രദേശം കടൽക്ഷോഭം കാരണം അവിടെയുള്ള അടുത്തുള്ള റോഡുകളും അവിടെയുള്ള വീടുകളും എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ആ ആളുകൾക്ക് വേണ്ടി, കടൽ മത്സ്യത്തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ ഇതുവരെ അവിടെ നടന്നിട്ടില്ല. നമുക്കറിയാം, തീരദേശ റോഡ് ഹൈവേ വരുന്നതെന്നൊക്കെ ഉള്ള പ്ലാൻസ് ഉണ്ടെങ്കിലും പക്ഷേ ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴും ദയനീയ അവസ്ഥയാണ്. ഒരു സാധാരണക്കാർക്ക് വണ്ടിയും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ റോഡിൻ്റെ അവസ്ഥ. കൊല്ലം തോടിൻ്റെ വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ ആയിട്ട് ഒരു പദ്ധതിയായിട്ടൊക്കെയാണ് വന്നത്. ഇന്നും ആ തോടിൻ്റെ അതേ അവസ്ഥയാണ്. 2 സൈഡിലും മാലിന്യമുണ്ട്. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള എന്തെങ്കിലും സഞ്ചാരമോ അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും അത് ഇതുവരെ വന്നിട്ടില്ല. 10 വർഷം കഴിഞ്ഞിട്ടും ആ പദ്ധതി എങ്ങും ആവാതെ തന്നെ നടക്കുകയാണ്. അതുപോലെ തന്നെ ഇരവിപുരം ബസ് സ്റ്റാൻഡും അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അങ്ങനത്തെ ഉള്ള ഒരു വികസനം ഇരവിപുരത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂട്ടിക്കട ജംഗ്ഷൻ, നമുക്കറിയാം കൂട്ടിക്കട ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അതിനെ നേരത്തെ കണ്ട് അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വേണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഇന്ന് നമുക്ക് ആ ഓവർ ബ്രിഡ്ജ് കിട്ടിയാൽ. ഇനി വടക്കേവെളിയിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വടക്കേവെളിയിലെ റോഡിൻ്റെ അവസ്ഥ ദയനീയമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവരുടെ തന്നെ മുന്നണിയിലുള്ള ഇവരുടെ തന്നെ പാർട്ടിയിലുള്ള ഒരു സിറ്റിംഗ് MLA, അദ്ദേഹത്തിൻ്റെ വീട് പോലും ആ ലൊക്കേഷനുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഭാഗത്തേക്ക് പോകുന്ന റോഡുകളുടെ അവസ്ഥ ദയനീയ അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇരവിപുരത്തിൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ, നമുക്കറിയാം, ഇപ്പം പോലീസ് സ്റ്റേഷൻ വാളത്തങ്ങൽ ഭാഗത്ത് റോഡ് സൈഡിൽ ഒരു വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു വീട്ടിലാണ്. അത് കാരണം അവിടെ ഈ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റാത്തത്, അവിടെ അല്ലാതെ തന്നെ ആക്സിഡൻറ്റും മറ്റു കാര്യങ്ങളും ഉണ്ടാവുകയാണ്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇവർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വികസനമാണ് ഈ നാടിന് വേണ്ടി എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇരവിപുരം ഡിവിഷനിൽ പ്രത്യേകിച്ച് അവിടെ ഒരു ശ്മശാനമുണ്ട്. പക്ഷെ അതിനെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പായിട്ടൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ ദയനീയ അവസ്ഥയാണ്. ഒരു രീതിയിലുള്ള ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇരവിപുരം എനിക്ക് തോന്നുന്നു ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു 10-25 വർഷമെങ്കിലും പിന്നോട്ട് പോയി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും.